അസ്സലാമലൈക്കും. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആട്ടോ. ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് കുറേ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പം ഇന്നലത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാട്ടോ ഞാൻ പറയുന്നത്. ഇന്നലെ എൻ്റെ വീട്ടിൽ ഇക്കാക്ക് നോമ്പ് തുറയായിരുന്നേ. അപ്പം അതിന് ഞാൻ വീട്ടിൽ പോയപ്പോൾ ഉമ്മ ഉണ്ടാക്കി തന്ന ഫുഡിൻ്റെയൊക്കെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുൾ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇട്ടിട്ടില്ല, ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മസാലയാട്ടോ ചേർക്കുന്നത്. ചിക്കനിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് അത് കുഴച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കും. നമ്മളെല്ലാം മാഗ്നേറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഞങ്ങളുടെ വീട് കോട്ടയമാണ്. കോട്ടയത്ത് ഈരാറ്റുപേട്ട എന്ന് പറയും. ഈരാറ്റുപേട്ടയിൽ ആണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ സ്വന്തം വീടും ഈരാറ്റുപേട്ടയിൽ തന്നെ. എന്നെ കല്യാണം കഴിച്ച് അയച്ചേക്കുന്നതും ഈരാറ്റുപേട്ടയിൽ തന്നെയാണ്. അപ്പം ഇതൊക്കെ ഇത് മസാലയൊക്കെ തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഉമ്മയാണ് കുക്കിങ്ങൊക്കെ. പിന്നെ രാവിലെ മുതൽ നല്ല വെയിലാട്ടോ പുറത്ത്. അതുകൊണ്ട് നോമ്പ് വെച്ചേക്കുന്നതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്, നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. പുറത്ത് കണ്ടില്ലേ നല്ല വെയിലാണ്. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തിക്കിടി കേട്ടോ. ആദ്യം കണ്ടില്ലേ വീഡിയോയുടെ ആദ്യം, അത് തിക്കിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതെല്ലാം അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. 2 പാനിലായിട്ടാട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഒന്ന് നോൺ സ്റ്റിക്കിലും ഒന്ന് വഴറ്റിയെടുക്കുന്ന പോലെ ആക്കാനും പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുമാണ്. അപ്പം ഉമ്മി അതൊക്കെ അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാട്ടോ അടുക്കളയിൽ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ കൊച്ചയിലൂടെയൊക്കെ നടപ്പുണ്ട്, കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മിയെല്ലാം ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് അതൊക്കെ പൊരിച്ചെടുക്കാനാണ്. എല്ലാ എണ്ണയിലോട്ട് ഇട്ടു കേട്ടോ. ഇത് ഇനി തിക്കിടി മൊത്തം അരിഞ്ഞ് തീർന്നിട്ടില്ലായിരുന്നു. അത് കുറച്ചും കൂടെ അരിയാനുണ്ടായിരുന്നു. അപ്പം ഞാനത് അതിൻ്റെ ഇടയ്ക്ക് അരിയുന്നുണ്ട്. പിന്നെ ഇത് തേങ്ങാപ്പാലെടുക്കാനും തിക്കിടിയിലോട്ട് ആഡ് ചെയ്യാനും കേട്ടോ. പിന്നെ തിക്കിടിയിൽ അരിഞ്ഞതിനിട്ട് ഉമ്മ ഇത് തേങ്ങാപ്പാലിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ഇതെങ്ങനെ കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ തിക്കിടി? കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് എല്ലാം ഇട്ടതിന് ശേഷം ഇളക്കി കൊടുത്ത് ഇതിങ്ങനെ തിളച്ച് വരും. തിളച്ചൊരു തിക്ക് പരുവത്തിലാകുമ്പോൾ ഓഫ് ചെയ്യാവേ. പിന്നെ നേരത്തെ വെച്ച ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉമ്മി പത്തിരിയൊക്കെ നേരത്തെ ചുട്ട് വെച്ചായിരുന്നു. ഞങ്ങളുടെ ഇവിടെ പത്തിരിന് ഒറോട്ടി എന്നാട്ടോ പറയുന്നത്. ഞങ്ങൾ ഒറോട്ടി എന്നാണ് പറയൽ. അതിൻ്റെ ഒപ്പം പേരയ്ക്ക ജ്യൂസ് അടിക്കാനുള്ള ഇതാണ്. പേരയ്ക്ക എല്ലാം അരിഞ്ഞിട്ട് പാല് ചേർത്ത് അരച്ചെടുക്കും. പേരയ്ക്ക മിക്സിയിലോട്ടിട്ടിട്ട് അതിലോട്ട് ഈത്തപ്പഴവും ചേർക്കുന്നുണ്ട്. നേരത്തെ എടുത്ത ആപ്പിളും ഇപ്പോഴാട്ടം മുറിച്ചിടുന്നത്. ഈ ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും ദിവസത്തിന്. പിന്നെ ഇതിലോട്ട് ഐസ് ക്യൂബ് ഇടണം കേട്ടോ. പാലിൽ തണുപ്പില്ലായിരുന്നു, അതുകൊണ്ട്
എന്നിട്ട് ഉമ്മ ഐസ് കട്ടയാണ് ഇടുന്നത്, വെള്ളം ഒഴിച്ചിട്ടില്ല, ഐസ് ക്യൂബായിട്ട് ഇടുന്ന. എന്നിട്ട് ഇത് ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് ഫ്രീസറിൽ കയറ്റി വെക്കും. ഫ്രീസറിലോ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ബാങ്ക് വിളിക്കുന്ന സമയമാകുമ്പോൾ പിന്നെ ഒരു ഭയങ്കര വെപ്രാളമാണ്. ലാസ്റ്റ് സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ജ്യൂസും പാലൊക്കെ തിളപ്പിക്കുന്നത്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ പാലും തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളയ്ക്കുന്നുണ്ടോ നോക്കി നിൽക്കുമായിരുന്നു ഞാൻ. പിന്നെ ഒന്ന് ബീഫ് കറി അവിടെ ഉണ്ടാക്കി. പിന്നെ നേരത്തെ ബീഫ് വഴറ്റിയ പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പാല് തിളയ്ക്കുന്നത് നോക്കി നിൽക്കുവാണ്. കുറേ കഴിഞ്ഞപ്പോൾ പാല് തിളച്ച് വന്നു. പിന്നെ നോമ്പ് തുറക്കാൻ നേരമായി, എല്ലാം എടുത്തൊക്കെ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ നോമ്പ് തുറക്കാൻ ചിക്കൻ മന്തി ആയിരുന്നു, മയണൈസ് ഇതൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ കണ്ടില്ല, അതാണ് തിക്കിടി. പിന്നെ റോട്ടി, ബീഫ് കറി, ബീഫ് വഴറ്റിയതെല്ലാം ടേബിളിലെടുത്ത് വെച്ചിട്ടുണ്ട്. സാലഡ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മന്തിയും തിക്കിടിയും ആയിട്ടാണ് വെച്ചത്.